ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇവിടെ മഴക്കാലം തുടങ്ങിയിട്ടോ. ആ നല്ല ചൂടിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഇതിപ്പം നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ ഇരുന്നാൽ പോലും മറ്റേ വിയർത്തൊലിക്കുന്ന അവസ്ഥയൊക്കെ അങ്ങ് മാറിയിട്ടാ. ആ ഒരു ചൂട് കാലം അങ്ങ് മാറിയും തോന്നുന്നു. ഇനിയിപ്പോൾ ഈ ഒരു മഴക്കാലം കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ തണുപ്പ് തുടങ്ങും കേട്ടോ. ആ ഒരു ക്ലൈമറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ലക്കി രാവിലെ സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് ആളുടെ സ്കൂളിലെ PTM ആണ് കേട്ടോ. ഇനിയിപ്പോൾ മോനെ സ്കൂളിൽ വിട്ടിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ഫുഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ്. അപ്പോൾ കാണാം പുറത്ത് നല്ല സംസാരം കേൾക്കുന്നത്. അങ്ങനെ ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ 4 പേരിരുന്ന് ഇങ്ങനെ മെഹന്തി ഇടുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ എല്ലാ നാട്ടുകാരും ഉണ്ട്. അവരുടെയൊക്കെ ഉത്സവങ്ങളൊക്കെ പലതാണ്. ഓരോ സ്ഥലത്ത് നമ്മുടെ ഓണം പോലെ ഇതിപ്പോൾ ബീഹാറുകാരുടെ ഉത്സവമാട്ടോ. എന്തോ തീജ എന്നങ്ങോട്ട് പറയുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിനിതുപോലെ ഒരുങ്ങി ആ ഒരു ഉത്സവമില്ലേ അവരൊരുപാട് നന്നായിട്ട് ആഘോഷിക്കും കേട്ടോ. ഇപ്പം നല്ല ഡ്രസ്സുകളും അന്ന് പുതിയ ഡ്രസ്സ്, പിന്നെ മെഹന്തി, മറ്റേ കല്യാണമൊക്കെ കഴിയത്തില്ലേ ആ മാതിരി ഇരിക്കും കേട്ടോ. അതാണ്ട് അടിപൊളിയായിട്ട് മെഹന്തിയൊക്കെ ഇടുകയാണ്. രാവിലെ മുതൽ അവർ വ്രതത്തിലായിരിക്കും. പച്ചവെള്ളം പോലും കുടിക്കാണ്ടാട്ടോ ഇവരുടെ വ്രതം. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. എന്നിട്ട് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും മെഹന്തി ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാവരും ഞാൻ ചോദിച്ചു, എല്ലാവർക്കും പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞേ. ഡ്രസ്സ്, മറ്റേ വളകളില്ലേ കൈമൊത്തം മറ്റേ കല്യാണത്തിൻ്റെ മാതിരി വളകളൊക്കെ ഇടും കേട്ടോ എന്ന്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പോയി പൂജയൊക്കെ ചെയ്യും. അമ്പലങ്ങളിലുണ്ട്, അടുത്ത അമ്പലമുണ്ട് അമ്പലങ്ങളിൽ, അല്ലാതെ വീട്ടിലാണേ വീട്ടിൽ. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഞാനിതൊക്കെ കുറേ നേരം നോക്കി നിന്ന് കേട്ടോ. നല്ല രസത്തിൽ മെഹന്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവർ. ഞങ്ങളിവിടെ താമസിക്കാൻ വന്നിട്ടേ കുറച്ച് നാളെ ആയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ ആദ്യം വേറൊരു സ്ഥലത്തായിരുന്നു കേട്ടോ. ഇവിടെ ഉള്ളവരൊക്കെ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. ഇതുപോലെ ഒരാളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പാത്രത്തിലെടുത്ത് അപ്പുറത്ത് കൊണ്ട് കൊടുക്കും കേട്ടോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഒരാളുടെ വീട്ടിൽ തന്നെ ഉച്ചയ്ക്ക് ഒരുപാട് കറികൾ കാണും കേട്ടോ. ഇതുപോലെ ഓരോരുത്തരുടെയും വീട്ടിലെ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുവേ. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇവരുടെ ആ ഒരു രീതിയെ. ഇപ്പം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ കേരളത്തിലെ ആയിട്ട്. ബാക്കിയുള്ള എല്ലാവരും പല പല സ്ഥലങ്ങളിലെയാണ്. ഇവരുടെ ഫുഡ് ഒരുപാട് വ്യത്യാസമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഇവർ ഞങ്ങൾക്കും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെഹന്തിയിടലൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ കയറി പണികളൊക്കെ അങ്ങ് ചെയ്ത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ലക്കിയുടെ സ്കൂളിൽ PTM ആണ്. അങ്ങനെ ചോറും മീനുണ്ടായിരുന്നു, മീൻകറിയും, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അതിൻ്റെ മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നേരെ പിന്നെ ലക്കിയുടെ സ്കൂളിലോട്ട് പോവാണ്. അപ്പോൾ ഏട്ടൻ കൊണ്ടുപോകാൻ വേണ്ടി എന്നെ വന്നായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരമുണ്ട് ആളുടെ സ്കൂളിൽ. മോളുടെ സ്കൂളാണെങ്കിൽ കുറച്ചടുത്താണ് കേട്ടോ. ഏകദേശം നടന്നു പോയാലും കുഴപ്പമില്ല. ഇത് ലക്കിയുടെ ആണെങ്കിൽ കുറച്ച് ദൂരമാണ്. ഏട്ടൻ രാവിലെ ജോലിക്ക് പോയപ്പോഴേ പറഞ്ഞായിരുന്നേ ഇനിയിപ്പം ആ ഒരു ടൈം ആകുമ്പം വരാം, ഒരുങ്ങി നിന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ റെഡിയായിട്ട് നിന്നിട്ട് തിരിച്ചു വന്നിട്ട് ഫുഡ് ഉണ്ടാക്കലൊന്നും നടക്കത്തില്ല, നല്ല ക്ഷീണിച്ചു പോവേ. പിന്നെ ഇപ്പം ആ ഒരു വെയിലില്ല, അതൊരു സമാധാനമാണ് തിരിച്ചു വരാൻ. അതാണ്ട് അങ്ങനെ ലക്കിയുടെ സ്കൂളിലെത്തി നോക്കി അവരുണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ഗണേശനാണ്, മറ്റേ ആ ക്ലെയിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കുട്ടികളുടെ ക്ലാസ്സൊക്കെ കാണാൻ. ഇതാണ് ലക്കിയുടെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. ആള് ഈ കുട്ടിക്ക് കൊടുക്കാനാണ് വീട്ടിൽ നിന്ന് ചോക്ലേറ്റൊക്കെ എടുത്തിട്ട് പോണത് കേട്ടോ. അങ്ങനെ അവളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയാണേ. അപ്പം മറ്റേ പെൺകുട്ടി വന്നപ്പോൾ ഒന്ന് മാറ്റി നിർത്തിയാണ് കേട്ടോ. ആളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ഇതിപ്പം വീട്ടിൽ നിന്ന് ചോക്ലേറ്റ് മാത്രമല്ല, അതണക്ക് പല സാധനവും പുള്ളിക്കാരിക്ക് വേണ്ടി എടുത്തിട്ട് പോകണുണ്ട് എല്ലാ ദിവസവും. എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെയും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഫ്രണ്ടിൻ്റെ പേര് മിഷിക എന്നാണ്. ഇതിപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 100 കാര്യം കേട്ടോ മിഷികയെ പറ്റി. മിഷിക അത് പറഞ്ഞ് ഇത് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ആളെപ്പറ്റി പറയാൻ തന്നെയാണ് കേട്ടോ ലക്കിക്ക് ഒരുപാട് സമയം വീട്ടിൽ. അങ്ങനെ ലക്കിയും വിളിച്ചിട്ട് ഇറങ്ങിയിട്ടാ. ഇനിയിപ്പോൾ ബസ്സിൽ വിടണ്ട, കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ ആളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണെ. അതിൻ്റെ സന്തോഷമാണ് കേട്ടോ.
എന്താണ്ട് സ്കൂളിൽ രാവിലെ പോകുമ്പോൾ എന്ത് നീറ്റായിട്ടാണ് അവിടെ പോകുന്നതെന്നുണ്ടോ. അപ്പോൾ തിരിച്ചു വരുന്ന കോലമാണിത്. ആൾ നഴ്സറിയിലായിരുന്ന ടൈമിലേ ഇതുപോലെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കംപ്ലീറ്റ് കളറും സ്കെച്ചും ഒക്കെ ആക്കിയിട്ട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ 2-3 ഡ്രസ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെള്ള ഡ്രസ്സായതുകൊണ്ടാണ് ഇമാതിരിയുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോഴേ മറ്റേ സ്നാക്സൊക്കെ കൊണ്ടുവരുന്ന വണ്ടി വന്നിട്ടാ. ഈ വണ്ടി കണ്ടു കഴിഞ്ഞാലേ പിന്നെ ലക്കിക്ക് എന്തെങ്കിലുമൊക്കെ വേണേ. ഈ വണ്ടി ഞങ്ങളുടെ വീടിനടുത്തും വരും കേട്ടോ. ഇതിൻ്റെ ഹോണൊക്കെ ഒരു പ്രത്യേക ടൈപ്പാണ്. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ, പണ്ട് ഞങ്ങളുടെ വീടിനടുത്തൊക്കെ ഐസിൻ്റെ വണ്ടി വരുമായിരുന്നു, മറ്റേ സൈക്കിളിലെ മറ്റേ പെട്ടിക്കകത്ത് കൊണ്ടുവരുമായിരുന്നു കമ്പൈസ്. അത് വരുമ്പോഴും ഇതുപോലെ മണിയൊക്കെ അടിച്ചിട്ട് വരും ആ ഒരു ഫീലില്ലേ, അത് കണക്കാണ് കേട്ടോ ഇവിടുത്തെ കുട്ടിയൊക്കെ ഈ ഒരു വണ്ടി വരുമ്പോൾ. ഇതിൻ്റെ ഹോണും പ്രത്യേകതയാണ് കേട്ടോ. കേട്ട് കഴിഞ്ഞാലേ പെട്ടെന്ന് മനസ്സിലാവും പിള്ളേർക്കൊക്കെ. പിന്നെ ബർഗറും പട്ടീസും വാങ്ങിച്ച്, പിന്നെ ഒരു ജ്യൂസും വാങ്ങിച്ച്. ഇപ്പം ഈ ബർഗർ വെജിറ്റബിളിൻ്റെ ആട്ടോ, അകത്തൊരു കട്ട്ലറ്റ് ഉണ്ട്. പിന്നെ പട്ടീസ് ചിക്കൻ്റെ ആട്ടോ വാങ്ങിച്ചത്. അതൊക്കെ വാങ്ങിച്ച് മറ്റേ ആ പ്ലേറ്റും കൊടുത്തിട്ട് അവനപ്പം അവിടെ നിന്ന് കഴിക്കണേ. ഞങ്ങൾ ലേറ്റാവും കേട്ടോ, മോള് സ്കൂളിൽ നിന്ന് വരാനും സമയമായി. അങ്ങനെ ആളെയും കൊണ്ട് പോവുകയാണേ. ഇനിയിപ്പോൾ വണ്ടിയിലിരുന്ന് കഴിക്കാമെന്നും പറഞ്ഞ് വിളിച്ചിട്ട് പോവുകയാണേ. നല്ല വെയിലുള്ള ആ ഒരു സമയത്തെ ഇതുപോലെ PTMനൊക്കെ വന്നിട്ട് ഞാനിങ്ങനെ നടന്നു പോകും കേട്ടോ. സത്യം പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും വീട്ടിലെത്തുമ്പോൾ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.